സ്വദേശിയായ എനിക്ക് തോന്നുന്ന ഈ ഒരു കൺസെപ്റ്റിലെ നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ലേഡി ലീഡറും കൂടിയാണ് അൻസുമമാണ് നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് നമുക്ക് NDOP സെക്ഷനായിട്ട് എടുത്തു തരാൻ പറ്റുന്ന കമ്പനിയുടെ 4th റാങ്കില് STM റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന അൻസുമയാണ്. അപ്പൊ നിങ്ങൾ ഓഡിബിൾ അല്ല എന്നുവെച്ചാൽ നമ്മുടെ മൈക്ക്. താങ്ക് യു സന്ധ്യമാം. സന്ധ്യമാം വളരെ നന്നായിട്ട് എന്നെ വെൽക്കം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇപ്പൊ സന്ധ്യമാടം പറഞ്ഞു, സന്ധ്യമാവ് കണ്ണൂർ സ്വദേശിനിയാണ്. അപ്പൊ ഞങ്ങൾക്ക് 1-2 തവണയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ വളരെ നന്നായിട്ട് തന്നെ സന്ധ്യമാം എന്നെ ഒരു NDOP സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പം സന്ധ്യമാമിനോട്ടുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അപ്പോ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. വരുന്നവരൊക്കെ എല്ലാവരും ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഒന്ന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന അത്രയും ആൾക്കാർ പറ്റുന്നവരെല്ലാവരും തന്നെ സാഹചര്യം നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറ ഓൺ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അവസരം NDOP സെക്ഷൻ നമ്മുടെ ഒരു ഡ്രീമേഴ്സിന്റെ ഒരു ഫസ്റ്റ് NDOP സെക്ഷൻ ആണ്. അപ്പൊ അതില് ഫസ്റ്റ് തന്നെ എനിക്കൊരു അവസരം തന്ന ടീം ഡ്രീമേഴ്സിലെ എല്ലാ ലീഡേഴ്സിനോടും ഉള്ള നന്ദി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഒരു ഡയറി അല്ലെങ്കിൽ ഒരു പെന്നും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ. കാരണം ഇതുപോലെയുള്ള ഓരോ NDOP AOP സെക്ഷനിലൂടെയാണ് ഞങ്ങൾക്ക് എന്താണ് ബിസിനസ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് വന്നിരിക്കുന്നു. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സെക്കൻഡ്. ഓക്കെ, അപ്പോ നമ്മള് ഇതുപോലുള്ള NDOP ഓരോ ലീഡേഴ്സും കയറി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാണ്, ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. AOP അല്ലെങ്കിൽ NDOP സെക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം, എങ്ങനെയൊന്നും അറിയത്തില്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്കിത് കിട്ടിയ സമയം. കാരണം ഞാൻ വന്നിട്ട് 1 മാസത്തിനുള്ളിൽ കിട്ടിയ ഒരു ട്രെയിനിങ് ഉണ്ട്. ഇതുപോലെ തന്നെ ആ ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ഇത് ചെയ്യേണ്ടത്, അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നതല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഒരു 3 ആഴ്ചക്കുള്ളിൽ തന്നെ കിട്ടിയായിരുന്നു. പക്ഷെ അതെനിക്ക് ഗുണമായി. കാരണം എനിക്ക് വന്ന് 3 ആഴ്ചക്കുള്ളിൽ തന്നെ കിട്ടിയില്ലോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു ട്രെയിൻ സെക്ഷനിലൂടെയാണ് എങ്ങനെ സെയിൽസ്, എന്താണ് ബിസിനസ്, എങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ എടുത്തത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് 100 എനിക്ക് 1000% എനിക്ക് ഉറപ്പാണ്. അപ്പം എല്ലാവരും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഡയറിയും പെണ്ണും പറഞ്ഞ പോലെ തന്നെ കൈ കരുതുക. ആരുടെയും മൈക്കുകളൊക്കെ മ്യൂട്ട്. എനിക്കൊന്നും കേൾക്കുന്നില്ല മാഡം. സമയമാ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പലർക്കും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ റേഞ്ച് ഇഷ്യൂന്റെ ആണ്. ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം റേഞ്ച് ഇഷ്യൂവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ റേഞ്ച് എവിടെയാണോ, റൂമിൽ എവിടെയാണോ, വീട്ടിൽ എവിടെയാണോ റേഞ്ച് കിട്ടുന്നത് അവിടെ ഒന്ന് പോയി ഇരിക്കാൻ ശ്രമിക്കുക. എങ്കിലേ നമുക്ക് റേഞ്ച് കിട്ടി. അല്ലെങ്കിൽ സൂമിന് അത്യാവശ്യം നെറ്റ്വർക്ക് കവറേജ് വേണ്ട ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് റേഞ്ച് ഉള്ളിടത്ത് എല്ലാവരും പോയിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ബുക്കും പേനയൊക്കെ എടുത്തെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു അവസരം എനിക്ക് തന്ന ടീം ഡ്രീമേഴ്സിലെ എല്ലാ ലീഡേഴ്സിനോടും, all STM അവാർഡ് ലീഡേഴ്സിനോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും റെഡി ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സന്ധ്യഭാവം ഒന്ന് സ്ക്രീൻ ഷെയർ ആവുമെന്ന് പറഞ്ഞോണേ. കാണുന്നുണ്ടെങ്കിൽ പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ അറിയിക്കാം. അവർക്കും ഞാൻ വീണ്ടും നമ്മുടെ ഫിജിക്കാർഡ് എന്നുള്ള ഫാമിലിയിലേക്ക് വീണ്ടും ഒരു വലിയൊരു സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ടു fijiCard.com. fijiCard.com എന്നാണ്. അപ്പം ഇന്ന് വരെയും ജോയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് എടുത്തു പറയുന്നത് fijiCard.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഫിജികാർട്ട് എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ എന്നുള്ള വാക്കിൽ നിന്നാണ് നമുക്ക് ആ ഒരു വാക്ക് ഉണ്ടായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ആരും സ്ക്രീനിൽ വരയ്ക്കരുത് കേട്ടോ. ആരും അനാവശ്യമായിട്ട് സ്ക്രീനിൽ തൊടരുത്. കാരണം സ്ക്രീനിൽ നമ്മൾ അപ്പൊ fijiCard.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ ഡിജിറ്റൽ എന്നുള്ള 2 വാക്കിൽ നിന്നാണ് ഈ ഒരു കമ്പനി രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി. അപ്പൊ എല്ലാരെയും ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയിലോട്ട് ഇപ്പൊ ഇന്ന് വരെയും ലീഡേഴ്സ് പുതിയ ജോയിൻ ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു കമ്പനിയിലോട്ട് എന്റെ പേരിലും ഈ ടീമിന്റെ പേരിലോട്ടുള്ള ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, ഇഫ് യു വാണ്ട് ഡിഫറെന്റ് റിസൾട്ട് ഡു നോട്ട് ഡു ദ സെയിം തിങ്സ്. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫലം അല്ലെ, റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫലം എന്നാണ് പറയുക. അപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഡു ദ സെയിം തിങ്. നിങ്ങൾ സെയിം കാര്യങ്ങൾ തന്നെ അതേപടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കരുത്.
എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു പണി ചെയ്യുന്നു, അത് തന്നെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു റിസൾട്ടും എന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് എനിക്കൊരു മാറ്റവും എന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെ? നിങ്ങൾക്ക് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലം നമ്മുടെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യത്യസ്തമായിട്ട് ആ കാര്യങ്ങൾ തന്നെ എന്നും ചെയ്യുന്ന അതേ കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് മാറി വേറെ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ കടക്കാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യാതെ അടുത്തതിലോട്ട് നിങ്ങൾ ഒരു ശ്രമിക്കാനോ പരിശ്രമിക്കാനോ ഒക്കെ ട്രൈ ചെയ്യുക. അത് പറഞ്ഞിരിക്കുന്ന ആരാന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്, അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കമ്പനി, ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ പേര് ഫിജിക്കാർഡ് എന്നാണെന്ന് പറഞ്ഞു. മാം എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂ വരുവാണെങ്കിൽ അറിയിക്കണേ. വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ഇത് നിങ്ങൾ നമ്മുടെ BOP-യിൽ കാണുന്ന ഒരു സെക്ഷൻ ആണ്, 3-ാമത്തെ പേജിലായിട്ട് കാണുന്ന, അല്ലെ? ആ സെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും എന്താണ് ആദ്യമേ തുടങ്ങിയ കമ്പനി എന്ന് പറയുന്നത് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനിയാണ്. അപ്പം ലോകത്തിൽ ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഷോപ്പിംഗ് നടത്താൻ പറ്റുന്ന കമ്പനി. ഒന്നെങ്കിൽ പല കമ്പനികളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒന്നെങ്കിൽ അതെന്താണ് ഒരു ഡിജിറ്റൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ എന്താണ് അത് ഫിസിക്കലായിട്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്യുന്ന കമ്പനികളെ കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് ലോകത്തിൽ നമ്മുടെ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഫിസിക്കലായിട്ടും സാധനം വാങ്ങിക്കാം, ഡിജിറ്റലായിട്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ലോകത്തിൽ വേഗത്തിൽ വളരുന്ന 4 മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ കമ്പനി എന്താണ് മുമ്പോട്ട് പോകുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം കൊമേഴ്സ് എന്ന് വെച്ചാല് ഇലക്ട്രോണിക് ഡിവൈസ് വഴിയുള്ള പണമിടപാടിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിൾ പേ, അതുപോലെ തന്നെ എന്താണ് ഫോൺ പേ, ATM, ഇതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് വഴിയുള്ള പണമിടപാടുകളാണ്, അല്ലേ? നിശ്ചയൊക്കെ എന്താണ് കൊമേഴ്സ് ആണ്. എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് വഴിയുള്ള പണമിടപാടുകളെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ് നമ്മൾ അത് നമ്മുടെ ഫിജിക്കാർഡിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയാണ് ചെയ്യുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? ഓൺലൈൻ ആയിട്ടാണ്, അല്ലേ? ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ റഫറൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ ഒരു മേഖല ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് റഫറൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. റഫറൽ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് പറഞ്ഞുകൊണ്ട് അവരിൽ എത്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രീതിയാണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റെഫറൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു വ്യക്തിയോടും എന്താണ് പറയാം, പ്രായഭേദമന്യേ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ 18 വയസ്സ് ലീഗൽ ഏജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 18 വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ വേണേലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യം നിങ്ങൾക്ക് ഇവിടെ ഇല്ല. നമുക്ക് ഒരാളോട് ഒരു കാര്യം റെഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരാളോട് ഒരു കമ്പനിയുടെ കാര്യം പറയുന്നതിന് നമുക്ക് എന്താണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, അല്ലെ? അപ്പൊ നമുക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ പോലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ റെഫർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ് രീതിയും കൂടി ഉൾപ്പെടുത്തിയാണ് എന്താണ് നമ്മുടെ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയും. ഡയറക്ട് സെല്ലിംഗ് എന്താണ്? ഇടനിലക്കാരില്ലാതെ ഉപഭോക്താവിലോട്ട് പ്രൊഡക്റ്റ് എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റ് ഇടനിലക്കാർ വഴി അല്ലാതെ നേരിട്ട് തന്നെ കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു, നമുക്ക് അവരപ്പൊ തന്നെ ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ കൊണ്ട് സാധനം എത്തിച്ചതിനെ ഡയറക്ട് സെല്ലിംഗ്, നേരിട്ട് എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കും നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ സ്റ്റോറിലാണല്ലോ പോയിട്ട് എടുത്തിട്ടുണ്ടാന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തെടുക്കുന്ന ഒരുപാട് ലീഡേഴ്സും ഉണ്ടാവും. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ പ്രൊഡക്റ്റുകൾ എത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മേഖല, നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്ന അടുത്ത മേഖല ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. നമുക്ക് എന്താ പറയാ, ഒരു ഹെൽത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ വേണം, എന്ത് വന്നാലും പിടിച്ചു നിൽക്കാൻ നമുക്ക് മനസ്സിലായത് കൊറോണ എന്ന് പറഞ്ഞ ഒരു മഹാമാരി വന്ന സമയത്താണ്. അപ്പൊ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഹെൽത്തിന് വെൽനസ് സാധനങ്ങളാണ്. മരുന്നുകൾ അവർ ഉപയോഗിക്കാറില്ല. നമ്മുടെ കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു രാജ്യത്തും ഇങ്ങനെ അവർ അനാവശ്യമായിട്ട് മരുന്നുകൾ ഒരു പ്രിഫർ ചെയ്യാറേ ഇല്ല ഡോക്ടേഴ്സ് ആരും. അപ്പൊ എന്ത് ചെയ്യുക,
അവര് ഇങ്ങനത്തെ കഴിക്കുന്നത് നമ്മുടെ വെൽനസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എന്താണ് ജ്യൂസുകളായിക്കോട്ടെ, മെറ്റീരിയൽസ്, അങ്ങനത്തെ സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ബിസിനസ് ലോകത്ത് നടക്കുന്ന മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിനായിട്ടും കമ്പനി അത് നമ്മുടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിനുള്ളതും നമ്മുടെ കമ്പനി ഒരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു വിജിക്കാൾഡ് കമ്പനിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ ഈ 4 മേഖലകൾ, ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന 4 മേഖലകൾ ചേർത്തിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ട്രേഡ് വിത്ത് ടെക്നോളജി ഇതെന്താണെന്ന് വെച്ചാല് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും, ഞാൻ ആദ്യമേ ഒരു മുൻകൂറായിട്ട് ഒരു കാര്യം പറയാം, എല്ലാവരും ഇപ്പം വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന് ആദ്യം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഇത്രയും പണമൊക്കെ എങ്ങനെ തരാൻ പറ്റുന്നു നിങ്ങളുടെ കമ്പനിക്ക്, എന്തിനാ അങ്ങനെ കൊടുക്കുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും, നിങ്ങൾ ഇതെങ്ങനെയാ തരാൻ പറ്റുന്ന ഇത്രയും പൈസ, പിന്നെ അങ്ങനെയൊന്നും ആരും തരത്തില്ല, അങ്ങനെ നിങ്ങളെ പറ്റിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവും, ഇനി കേൾക്കാനിരിക്കുന്നവരും ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇത് പഠിച്ചു വെക്കേണ്ട ഏറ്റവും അനിവാര്യമാണ്. ഒരു ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് അനിവാര്യമാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. ട്രേഡ് വിത്ത് ടെക്നോളജി ഇത് നമ്മുടെ പ്ലാൻ ബുക്കിലുള്ളതാണ്. ഇത് നമ്മൾ BOP എന്നും കേൾക്കുന്നവർക്കാണേലും ഇത് ക്ലിയർ ആയിട്ട് അറിയാതിരിക്കാം. BOP-യിൽ കൂടുതലായിട്ട് നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ട്രഡീഷണൽ ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയാണ് ട്രേഡ് വിത്ത് ടെക്നോളജി ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉദാഹരണം എന്താണ്? നമ്മൾ ഡെയിലി എന്താണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് എന്താണ്? ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ തന്നെയാണ് അല്ലെ? ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുന്നു, വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഈ രീതി. പക്ഷേ അതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്താണ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഉൽപാദകൻ എന്നാണ് അല്ലെ? ഉൽപ്പാദിപ്പിക്കുന്ന ആളെന്നാണ്. അപ്പൊ മാനുഫാക്ചറിംഗ് ഉൽപ്പാദിപ്പിക്കുന്ന ആളിൽ നിന്ന് ഏകദേശം 7ഓളം ഇടനിലക്കാരി വഴി കൈമാറിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അതൊരു റീറ്റെയിലർ എന്ന് വെച്ചാൽ കടക്കാരനിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ അത് എത്തുന്നത് എത്രയാണ്? 7ഓളം ഇടനിലക്കാരും വഴി ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു, ഏതോ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു. അതിങ്ങനെ ഓരോരുത്തർ കൈമാറി ഇടനിലക്കാരെല്ലാരും വെച്ച് കടയിൽ എത്തുമ്പത്തേന് ഏകദേശം 7 ഇടനിലക്കാരല്ലേ, 8 നിരനില, ചിലപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ എന്താണ് കടന്നു പോയിരിക്കും. ഈ സമയത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് നിങ്ങൾ പരസ്യം കാണാറുണ്ട് TV-യിൽ. പരസ്യം കണ്ടിട്ടായിരിക്കും കൂടുതൽ ആൾക്കാരും പോയി സാധനം വാങ്ങിക്കുന്നത് അല്ലെ? അപ്പം നമ്മള് അതുപോലെ തന്നെ പരസ്യത്തിന്റെയും അതുപോലെ ഇടനിലക്കാരുടെയും ഏകദേശം കമ്മീഷൻ 60-80% നമ്മൾ ആ പ്രൊഡക്റ്റിൽ നമ്മുടെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത്. ഒരു സോപ്പ് നിങ്ങളുടെ കയ്യിൽ ഇട്ടുവാണെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ 10 രൂപ ഉണ്ടാവുള്ളൂ. കാരണം ഒരുപാട് സോപ്പ് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്, ഓരോന്നല്ല, ഒരുമിച്ചുണ്ടായിട്ട് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനൊരു 10 രൂപ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ കൈമാറി വരുന്ന സമയത്ത് ചിലപ്പോ എന്താണ് അതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഷാമ്പു ആയിക്കോട്ടെ 10 രൂപയിൽ ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ വരുമ്പോൾ 150 രൂപയൊക്കെ ആകുന്നുണ്ട് അല്ലെ? ഒരു ഇതിന്റെ ലിറ്റർ അങ്ങനെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 200, അല്ലെങ്കിൽ ബ്രാൻഡ് അനുസരിച്ച് അതിന്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇങ്ങനെ കൈമാറി റീറ്റെയിലറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എന്താണ്, ഒരു റീറ്റെയിലർക്ക് പോലും വലിയ കമ്മീഷൻ കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ അതിന്റെ പരസ്യവും ഇടനിലക്കാരുടെ എല്ലാം പൈസ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഇവിടെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താണ്, ആ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകനും പിന്നെ ഇടനിലക്കാർക്കുമാണ് ഏറ്റവും വലിയ ഗുണമാണ്. ഇവൻ കടക്കാർക്ക് പോലും, ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്ക് പോലും വലിയ കമ്മീഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ രീതി. അത് ഒന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇ-കൊമേഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് വലിയ ട്രാൻസാക്ഷൻ നടത്തുന്ന മേഖലകളൊക്കെയാണ് അല്ലെ? അതിലൊന്നും ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഇവിടെ മുമ്പിലുണ്ട്. അപ്പൊ ഇ-കൊമേഴ്സ് മേഖലകളില് അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത്? അവിടെ ഉൽപാദകനിൽ നിന്ന് കുറെ കമ്പനികൾ അവരവരുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഇവരുടെ പ്ലാറ്റ്ഫോം ഉണ്ട്, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ വെണ്ടേഴ്സ് വഴി അവരിലോട്ട് എത്തിക്കും. അവരുടെ ഒരു വെണ്ടേഴ്സ് വഴി ആ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലോട്ട് എത്തിച്ചു കഴിഞ്ഞ് അവര് ഇടനിലക്കാരില്ല അവിടെ. കാരണം അവര് ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെണ്ടേഴ്സ് വഴിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിന്റെ എന്താണ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇടനിലക്കാരില്ലാത്ത ആ ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? കമ്മീഷൻ അവർക്ക് പോകുന്നില്ല.
പരസ്യത്തിന്റെ ആയിട്ടുള്ള കമ്മീഷൻ പോകുന്നുണ്ട്, അല്ലാതെ ഇടനിലക്കാർക്ക് പോകുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലാണ് ഇവിടെ ഈ ഒരു ഓൺലൈൻ മേഖലയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ഓൺലൈൻ എന്തുകൊണ്ട് വില കുറയുന്ന പറഞ്ഞാൽ ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണ്, ഇടനിലക്കാരില്ലാത്തതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ സാധനം കിട്ടുന്നത്. ഇനി ഇ കൊമേഴ്സ്, നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ്, ഫിജിക്കാർട്ട് നമ്മുടെ കമ്പനിയിലോട്ട് വരുന്ന സമയത്ത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? മാനുഫാക്ചർ. ആരാണ് മാനുഫാക്ചർ? നമ്മുടെ കമ്പനിക്ക് തന്നെ ഓൺ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ട്, സ്വന്തം പ്രൊഡക്റ്റ് ആണ്. മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ, മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് കമ്പനിക്ക് പ്രൊഡക്റ്റുകളുണ്ട്. അത് എന്താണ്? നമുക്ക് തന്നെ കമ്പനി ആയിട്ടുള്ള കുറച്ച് വെണ്ടേഴ്സും ഉണ്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. ഇതുവഴി നമ്മുടെ ഫിജിക്കാർട്ട് കമ്പനിയിലോട്ട് എന്താണ് ഈ പ്രൊഡക്റ്റുകൾ എത്തുകയും, ഈ പ്രൊഡക്റ്റുകൾ ആരാ വാങ്ങിക്കുന്നത്? നമ്മളെ പോലെയുള്ള ഓരോ കസ്റ്റമറും നമ്മൾ മുഖേന, നമ്മുടെ റെഫറിങ്ങിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ട് വരുന്ന ഓരോ കസ്റ്റമറും വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രോഫിറ്റ് ഷെയർ നമ്മളിലോട്ടാണ് കമ്പനി വീതിച്ചു തരുന്നത്. ഇവിടെ ആർക്കൊക്കെ പൈസ കൊടുക്കുന്നില്ല, നമ്മുടെ കമ്പനി തന്നെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. വേറെ ആരുടെയും പ്രൊഡക്റ്റ് നമ്മൾ അങ്ങനെ എങ്ങനെ ആദ്യം വാങ്ങിക്കുന്നില്ല. വളരെ കുറച്ച് കമ്പനികളുമായിട്ട് മാത്രമേ നമുക്ക് ടൈപ്പ് ഉള്ളൂ. ബാക്കി ഫുൾ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ തന്നെയാണ്. അപ്പൊ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഉണ്ട്, അല്ലെങ്കിൽ വെണ്ടേഴ്സ് ഉണ്ട്. അതുവഴി നമ്മുടെ ഫിജിക്കാർട്ട് പ്ലാറ്റ്ഫോമിലോട്ട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിലോ പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഒരു ഇന്റർമീഡിയറ്റ് ഇടനിലക്കാരേ ഇല്ല, നമുക്ക് ഇടനിലക്കാരും ഇല്ല. അതുപോലെ ഈ പ്രൊഡക്റ്റിന്റെ പരസ്യം എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാനലിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ നിങ്ങൾ പരസ്യമായിട്ട് കമ്പനി ചെയ്യുന്ന കണ്ടിട്ട് ഇല്ല. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇടനിലക്കാരും ഇല്ല, പരസ്യവും ഇല്ലാത്തത് കൊണ്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ തന്നെയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഫിറ്റ് ഷെയർ, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റെഫറിങ് വഴി പോകുന്നതായിക്കോട്ടെ, നമ്മൾ വാങ്ങിക്കുന്നതായിക്കോട്ടെ, ഇതിന്റെയൊക്കെ ലാഭവിഹിതം കമ്പനി പ്രോഫിറ്റ് നമ്മളിലോട്ട് തന്നെയാണ് വീതിച്ച് തരുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് കമ്പനിക്ക് ഇത്രയും എമൗണ്ടുകൾ നമുക്ക് കമ്പനിക്ക് തരാൻ പറ്റുന്നത്? ഒരുപാട് നിങ്ങൾ BOP ഒക്കെ പറയാം, നമുക്ക് എന്തോരം ഇൻകം ഉണ്ട്, 7 തരത്തിൽ ഇൻകം പ്ലാൻ ഉണ്ട് അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് തരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടനിലക്കാരില്ല, പരസ്യമില്ല, അവർക്കൊന്നും പൈസ ഷെയർ ചെയ്ത് കൊടുക്കണ്ട. അതൊക്കെ നമ്മളല്ലേ അതിന്റെ കമ്പനിയുടെ പരസ്യം, നമ്മളല്ലേ ഇതിന്റെ അകത്ത് ഇടനിലക്കാരാണ്. നമുക്ക് തന്നെയാണ് ആ കമ്പനി ഈ ഒരു പ്രോഫിറ്റ് ഷെയർ വിധിച്ചു തരുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ പല എന്താ പറയാ ആക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റൊരൊക്കെ അവരൊക്കെ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നു, നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ്. MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ സെയിം ആണ്. നമുക്ക് പറയുകയാണെങ്കിൽ MLM എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളൊരു എന്താ പറയാ ഒരു നെറ്റ് എന്ന് പറയാം. നെറ്റ് എന്താ? കണ്ണികളടി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കും അല്ലെ? അതിന് ഒരെണ്ണം ഓക്കെ, ആരും സ്ക്രീനിൽ സ്ക്രാച്ച് ചെയ്യില്ലേ? ഓക്കെ. ഡയറക്ട് സെല്ലിംഗ് നോക്കുവാണെങ്കിലോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നോക്കിയാണെങ്കിൽ ഇതെല്ലാം ഒരു രീതികളാണ് അല്ലെ? അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമ്പോൾ തന്നെ അത് നെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലോട്ട് കണക്ട് ചെയ്ത് പോകുന്ന ബിസിനസ്സിനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ആദ്യമേ നമ്മൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഉൽപാദകരിലോട്ട് നേരിട്ട് പ്രൊഡക്റ്റ് എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കമ്പനിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ മണി ചെയിൻ എന്ന് പറയുമ്പോഴേ ഇതെനിക്കറിയായിരുന്നു, ഇത് ഞാൻ കുറെ കേട്ടതാന്ന്, അല്ലെങ്കിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, പണ്ട് കുറെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം ഇവിടെ. അപ്പം ഇതിനെ പറ്റി എനിക്ക് അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് കാരണം ഇവിടെ അതിനാണ് ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് ആദ്യം സൂചിപ്പിച്ചത്. MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ് അത് ആദ്യം പറഞ്ഞത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരെ കണക്ട് ചെയ്ത് പ്രൊഡക്റ്റുകൾ വെക്കുന്ന ഒരു രീതിനെയാണ്. ഇവിടെ മണി ചെയിൻ എന്ന് പറഞ്ഞാല് സർക്കുലേഷൻ ഓഫ് മണി വിത്തൗട്ട് എനി പ്രോപ്പർ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് മണി ചെയിൻ. എന്ന് വെച്ചാൽ ഒരു കൃത്യമായ പ്രൊഡക്റ്റുകളോ സർവീസോ ഇല്ലാതെ നടത്തുന്ന പണമിടപാടുകളെല്ലാം മണി ചെയിൻ്റെ അണ്ടറിലാണ്. എന്ത് ആയിക്കോട്ടെ അതെല്ലാം മണി ചെയിൻ്റെ അണ്ടറിലായിരിക്കും. എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ? വ്യക്തമായി, കാരണം ഒരുപാട് പേര് കേൾക്കുന്ന ഒരു കാര്യം, ഇത് അങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ എന്ന് കണ്ട് നിങ്ങൾ ഒരുപാട് പേര് കേൾക്കുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് എഴുതി വെച്ചുകൊള്ളുക. വ്യക്തമായിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാതെ നടത്തുന്ന മണി സർക്കുലേഷൻ, പണമിടപാടുകളെല്ലാം മണി ചെയിൻ അണ്ടറിൽ വരുന്നതാണ്. അപ്പം നമുക്ക് എന്താണ്? വ്യക്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ട്, സർവീസ് ഉണ്ട്. അതില്ലാതെ പണമിട്ട്
പണം എടുക്കാം എന്ന് പറയുന്നതാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ആരും തന്നെ നമ്മൾ പറയുന്നുണ്ടോ പണം ഇട്ട് പണം എടുക്കാന്ന്? ഒരിക്കലും ഇല്ല അല്ലെ? അപ്പം എന്താണ് മണി ചെയിൻ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. ഇനി ബാനഡ് ഇൻ ഇന്ത്യ ആസ് പ്രൈസ്ഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് 1978. 1978 മണി വെച്ചുള്ള ഈ റോളിംഗ് പരിപാടി എല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് നിരോധിച്ചതാണ്. അതിനു മുമ്പ് ജനിച്ചവർ ഇവിടെ ഉണ്ടാവാം, ആ സമയങ്ങളിൽ ജനിച്ചവരുണ്ടാവാം, അത് കഴിഞ്ഞ് ജനിച്ചവരും ഈ സ്ക്രീനിൽ എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം എന്താണ് 1978 ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ച സംഭവമാണ് മണി ചെയിൻ. അത് കഴിഞ്ഞ് എത്ര വർഷങ്ങൾക്ക് കഴിഞ്ഞും നിങ്ങൾ ഇത് ചെയ്തു എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഇന്ത്യ അതുപോലെ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. നമുക്ക് ഒരാളിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ചെയ്യുമ്പോൾ അത് അറിയാനായിട്ട് പാടാണ്. കുറെ ആൾക്കാർ ചെയ്യുമ്പോഴാണ് ഗവൺമെന്റിലോട്ടോ അല്ലെങ്കിൽ അധികാരികളിലോട്ടോ ഇത് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണി സർക്കുലേഷനിലോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് രാജ്യത്ത് ഇത് ബാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു മെമ്മോറാണ്ടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു 2014 ഇത് നമുക്ക് ഇറക്കിയിട്ടുള്ളത്. അതിന്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ ഒരു ഗവൺമെന്റ്, അന്നത്തെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മെമ്മോറാണ്ടം ഇറക്കി വിദേശങ്ങളിൽ പോയി പഠനമൊക്കെ നടത്തുകയും ആ പഠനത്തിനൊക്കെ ശേഷമാണ് നമ്മുടെ എന്താണ് ഡയറക്ട് സെല്ലിങ് ഇന്ത്യയിലോട്ട് അത് ലീഗലായിട്ട് തുടരാമെന്നും അല്ലെങ്കിൽ കൊണ്ടുവരണമെന്നും നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ സാങ്ഷൻ ആക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മെമ്മോറാണ്ടം ആണ് അവിടെ കണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്ത സമയത്ത്, അത് നമ്മുടെ കൺസ്യൂമർ അഫെയറിൽ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇനി അടുത്തതായിട്ട് ML നോക്കുവാണെങ്കിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വെള്ള എംബ്ലം കാണാൻ സാധിക്കും. അത് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ ടാക്സും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഗിഫ്റ്റ്, ഷോർട്ട് ഫോമിൽ പറയാം ഗിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ടാക്സും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഫിജിക്കാർഡ് പോലെയുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് വേണ്ടി ഒരു മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നതും അതിന്റെ നിയമങ്ങള്, അതിന്റെ ഗൈഡ് ലൈൻസ് എല്ലാം എന്താണ് നിർമ്മിക്കുക, അതിനെല്ലാം ഫോക്കസ് ചെയ്ത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടാക്സേഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ ഏകദേശം 6ഓളം IAS ഉദ്യോഗസ്ഥര് ചേർന്നിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നിയമരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് വേറെ ഒരു പത്രക്കട്ടിങ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രതീക്ഷയും ഭാവിയും ഉള്ളൊരു മേഖലയാണെന്ന് നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സ് സെക്ഷന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള തോമസ് ജോസഫ് സാറ് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രതീക്ഷയും അതുപോലെ തന്നെയാണ് ഭാവിയും ഉള്ള ഒരു മേഖലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പത്രക്കട്ടിങ്ങുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഇന്ത്യയിലുള്ള പല പത്രങ്ങളിലും കേരളത്തിലുള്ള പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി വന്നിരിക്കുന്ന നമുക്ക് പലർക്കും ഡൗട്ട് ഉണ്ട്. പലരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കുന്നുണ്ടാവാം, എപ്പോഴും പറയുന്നുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും വലിയ നമ്മൾ ഇത് അറിഞ്ഞു വെക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ഡയറക്ട് സെല്ലിംഗ് to provide jobs to 80 million youth by 2025. ഡയറക്ട് സെല്ലിംഗ് നമുക്ക് എന്താണ് ഏകദേശം എത്രയാണ് 18 മില്യൺ യുവജനങ്ങൾക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യും കൊടുക്കുമല്ലേ, എന്താ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്, അല്ലെങ്കിൽ കൊടുക്കുമ്പോ ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്താ ഏത് വർഷമാണ് 2025. നമ്മളിപ്പോ 2025 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഈ ഒരു വർഷത്തിലുള്ള 80 മില്യൺ എന്ന് പറയുമ്പോൾ ലൈല മാം സ്ക്രീനില് സ്ക്രാച്ച് ചെയ്യില്ല, സ്ക്രീനിൽ സ്ക്രാച്ച് ആവുന്നുണ്ട്. ഓക്കെ, നമ്മള് 80 മില്യൺ യൂത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ് 1,80,00,000 ആൾക്കാരെയാണ് 18 മില്യൺ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 1,80,00,000 ആൾക്കാര് യുവജനങ്ങൾ തന്നെ ഇതില് 2025 ഭാഗമാകുമെന്നാണ് എന്താണ് സാധ്യതാ പഠനങ്ങളിൽ നിന്ന് അന്നവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ശരിയാണ്, നമ്മുടെ
നമ്മുടെ ഈ ഒരു ലീഗൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഗൈഡ്ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഓക്കെ, സോറി, എനിക്കൊരു ചെറിയ കഫ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് സ്റ്റക്കായി. അത് അടുത്തായിട്ട് അതുപോലെ തന്നെ എന്താണ് സമഗ്ര വളർച്ച രേഖപ്പെടുത്തി ഡയറക്ട് സെല്ലിംഗ് വ്യവസായം. ഇവിടുത്തെ വളർച്ച, ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തിന്റെ വളർച്ചയെ പറ്റിയുള്ള ന്യൂസ് പേപ്പറാണ്. അതുപോലെ തന്നെ കേരള സർക്കാർ ഈ വർഷം 2025 ഫെബ്രുവരി 19 ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഒരു മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഭാഗ്യവതിയായിരുന്നു, കാരണം കാണാൻ പോകാൻ പറ്റി. തിരുവനന്തപുരത്തെ പാളയ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അന്ന് പോയി കാണാനായിട്ട് സാധിച്ചു. ഈ ഫെബ്രുവരിയിലായിരുന്നു 19 ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗരേഖ. നിങ്ങൾക്ക് ധൈര്യമായിട്ടും പേടിയില്ലാതെയും സംശയമില്ലാതെയും നമുക്ക് എന്താണ് ഡയറക്ട് സെല്ലിംഗ് വർക്ക് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയും നമ്മുടെ ഗവൺമെന്റ് അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കും ഭയപ്പെട്ടുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അതെല്ലാം വിട്ടു. ഡയറക്ട് സെല്ലിംഗ് ലീഗാലിറ്റി ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന നല്ലതാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോ, നോട്ട് ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അന്ന് ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത സമയത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഓരോരുത്തരും നമ്മളോ ഒരാളോട് പറയുമ്പോൾ അവർ പറയും നിനക്കൊന്നും വേറെ പണിയില്ലേ, നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ പോയെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കിത് ചെയ്യണമെന്ന് പറയണ ഈ ഒരു കാര്യങ്ങൾക്ക് ഏകദേശം നമുക്കൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടും. ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്നാണ്. എന്ന് വെച്ചാല് ക്വാഡ്രന്റ് റൂൾ എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഇതിന്റെ അകത്ത് ഫസ്റ്റ് EB അല്ലെങ്കിൽ EBSI അല്ലെങ്കിൽ ESBI എന്ന് കാണാൻ പറ്റും. ഒരു 4ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചിട്ടുണ്ട്. എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയി ആണ്. എംപ്ലോയി ആരാണ്? ജോലിക്കാരെയാണല്ലേ എംപ്ലോയി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു 170-172 ആൾക്കാരെല്ലാം നമുക്ക് ജോലി ചെയ്യുന്നവരുണ്ടാവും അല്ലെ? ദിവസം ഒരു പെർമനന്റ് ജോലിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടിയുള്ള ജോലിയോ ഒക്കെ ചെയ്യുന്ന ഓരോ ജോലികളും ചെയ്യുന്ന ആൾക്കാരെ ഈ ഒരു സ്ക്രീനിൽ ഉണ്ടാവും. അപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇത് കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം, അവർക്ക് ഇത് പഠിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ ഇത് ഇവിടെ പറയണേ. അപ്പം എംപ്ലോയി ആയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂറായിരിക്കും ജോലി ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ 8 മണിക്കൂറാണ് ജോലി സമയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ കടന്ന് അവിടെ എന്തായാലും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖല ആയിക്കോട്ടെ. സോറി, ചുമയുടെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന്. അപ്പം നമുക്ക് ജോലി ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ് ഇന്ത്യൻ ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന സമയം. ഈ 8 മണിക്കൂറിൽ നമുക്ക് നിങ്ങൾ അതിൽ കൂടുതൽ അവേഴ്സ് പണിയെടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങളുടെ സമയമാണ് ആ ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത്. ഒരു ദിവസത്തിൽ 8 മണിക്കൂർ. നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ സമയവും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ അവേഴ്സ് വരുന്നുണ്ടാവും. ഈ 8 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 10, 15, 20 ആയിരിക്കും. സോറി കേട്ടോ, കേൾക്കുന്നുണ്ട് മാം, ചുമ വന്നാണ്. ആ ഒരു 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ 8 മണിക്കൂറിലാണ് നമ്മുടെ ആ സാലറി മുഴുവനും ഇരിക്കുന്നത്. ഒരു ദിവസത്തിനാണ്. ഒരു ദിവസത്തിൽ ഇത്ര രൂപയെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങളുടെ ടൈം നിങ്ങൾ എന്ത് ചെയ്യും? ആണല്ലോ അല്ലേ മാം? ചെയ്യുന്ന സമയത്ത് നമ്മൾ മണിക്കൂറുകളോളം അവിടെ വർക്ക് ചെയ്യുന്നു. ഈ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സമയമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ആയിട്ട് കൂലിയായിട്ട് എന്താണ് നമുക്ക് കൂടി 10, 15 കൂടിപ്പോയാലുണ്ട് 20 അല്ലെങ്കിൽ 25 കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും കുറച്ചുകൂടി പ്രൊഫഷണൽ വർക്കുകളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് നടക്കുന്നത്.
ഇനി നമുക്ക് ഈ ഒരു സെൽഫ് എംപ്ലോയിയെ നോക്കാം. സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ നമുക്കറിയാം, വീട്ടിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാം ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പൊ ഇവര് വീട്ടിൽ ഇരുന്ന് എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പൊ നമ്മളറിയാം, വീട്ടിൽ ഇരുന്ന് ഓരോ കൃഷിയായിക്കോട്ടെ, കൂൺകൃഷികളൊക്കെ ചെയ്യുന്നവരുണ്ട്. സ്വന്തമായിട്ട് കട ഇടുന്നതൊക്കെ ഒരു സെൽഫ് എംപ്ലോയിഡ് അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ഈ സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മള് അന്ന് ആ ഒരു വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സാലറി, അല്ലെങ്കിൽ നമുക്ക് അന്ന് വരുമാനമില്ല. സെൽഫ് എംപ്ലോയി എന്ന് പറയുന്നത് തന്നെ ചെയ്യുന്ന ഒരു വർക്കാണ്. അവിടെ ആരും നമുക്ക് സഹായമായിട്ടില്ല. ആ സമയത്ത് നമ്മൾ ഒരു ദിവസം ആ ഒരു കട തുറന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താണോ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് നമുക്ക് ചെയ്യുന്നില്ലെങ്കിൽ അന്ന് നമുക്ക് വരുമാനം ഇല്ല. പിന്നെ എന്താണ് സെൽഫ് എംപ്ലോയി? ഒരു ഹർത്താൽ വന്നോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നോട്ടെ, ഒരു മരണം ആയിക്കോട്ടെ, ഒരു കല്യാണത്തിന് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ അവേഴ്സ്, മണിക്കൂറുകൾ അങ്ങ് മാറുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വർക്കിംഗ് അവിടെ നടക്കുന്നില്ല. ആ സമയത്തൊക്കെ ആ വരുമാനം നമ്മളിലോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ എംപ്ലോയിയുടെ കാര്യത്തിലും വരുന്നത്. നമ്മൾ അവിടെ വരുമാനം ചെയ്യുന്നു, നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെയാവുന്നു, പല കാര്യങ്ങൾക്ക് പങ്കെടുക്കാതെ പറ്റാതെയാവുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സമയം ഒരു കോപ്പറേറ്റീവ് കമ്പനിക്ക് വേണ്ടി നിങ്ങളുടെ സമയവും ആരോഗ്യം നിങ്ങൾ അവിടെ ചെലവാക്കുവാണ് ലൈഫ് ലോങ്. ഇനി സെൽഫ് എംപ്ലോയിയുടെ കാര്യത്തിൽ സെയിം ആണ്. അന്ന് അവർ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ വരുമാനം ഇല്ല. അന്ന് അവർ കട തുറന്നില്ലെങ്കിൽ അന്ന് അവർക്ക് വരുമാനം ഇല്ല. അതുപോലെ അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് അന്ന് പോവുകയാണെങ്കിൽ അത്രയും മണിക്കൂറുകൾക്കുള്ള വരുമാനം അവർക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇല്ല, അവര് രാവിലെ തുടർന്ന് അവര് സമയത്ത് ഏകദേശം ഒരു 10-12 മണിക്കൂർ മേളിൽ അവിടെ ഒരു വർക്ക് ചെയ്യുന്നിട്ടുണ്ടാവും. അപ്പം ഇതാണ് എന്താണ് ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ വരുന്ന ഒരു അവർക്ക് ടൈം കണ്ടെത്താൻ പറ്റില്ല, അവർക്ക് വേറൊരു കാര്യത്തിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ച നിങ്ങൾ ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ 2-3 ദിവസം ട്രിപ്പ് പോകണമെങ്കിൽ അത്രയും ദിവസം നിങ്ങൾക്ക് അവിടെ വരുമാനം ഇല്ല, അതെല്ലാം ക്ലോസ്ഡ് ആണ്. കാരണം സെൽഫായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ, നമ്മളൊരു സഹായം ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള അത്രയും ദിവസത്തെ വരുമാനം നമുക്ക് അവിടെ നഷ്ടമാണ്. ഇതാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ബി എന്താണ്? ബിസിനസ് ഓണർ ആണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നവർക്ക്, നമുക്ക് നമ്മുടെ ബോച്ചനെ പറയാം, അല്ലെങ്കിൽ യൂസഫ് അലി സാറ്, അങ്ങനെ കുറെ ആൾക്കാരെ നമുക്കറിയാം അല്ലെ. അവിടെ എന്താണ് നടക്കുന്നത്? അറിയോ, മൈക്ക് ഓൺ ആണല്ലോ. പറഞ്ഞാല് ബിസിനസ് ഓണറിലോട്ട് വരുമ്പം അദ്ദേഹം ഒരു ബിസിനസ് സംരംഭം അവിടെ ആരംഭിക്കുകയും ഈ ബിസിനസ് സംരംഭം ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് തൊഴിലാളികളെ കിട്ടുകയും ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ട് അതേപോലെ ഒരു IT പ്രൊഫഷണൽ ആയിക്കോട്ടെ, എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ, ഹൈ പ്രൊഫഷണൽ ആയിട്ട് എന്ത് ബിസിനസ് നിങ്ങൾ നോക്കുക, അവിടുന്ന് അദ്ദേഹം ഒരു കമ്പനി തുടങ്ങുന്നു, കുറച്ച് പേരെ ജോലി കേൾപ്പിക്കുന്നു. ഇനി അത് ജോലി കേൾപ്പിക്കുന്ന ഒരു 10 പേരാണെങ്കിൽ 10 പേരുടെ 8 മണിക്കൂർ, ഏകദേശം എത്ര, ഒരു ദിവസത്തേക്ക് 80 മണിക്കൂറാണ് കിട്ടുന്നത്. അവര് ആരുടെയാണ് ടൈം എടുക്കുന്നത്? മറ്റു വ്യക്തികളുടെ ടൈമിൽ അദ്ദേഹത്തിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ബിസിനസ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു, വരുമാനം ഉണ്ടാകുന്നു. നല്ല ഈ പറയുന്ന ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിയൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലക്ഷങ്ങളും കോടികളും നടക്കി ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു സാധാരണക്കാരന് പറ്റുന്നതല്ല. പക്ഷെ ബിസിനസ് ചെയ്യുന്നവരുടെ അവര് അത്രയും ആൾക്കാരെ വെച്ചിട്ട് അവർ ചെയ്യുമ്പോൾ അത്രയും ആൾക്കാരുടെയും 1 മണിക്കൂർ തന്നെ, 10 പേരുടെ 1 മണിക്കൂർ അദ്ദേഹത്തിന് 10 മണിക്കൂറാണ് അല്ലെ ആ ഒരു ബിസിനസ് ഓൺവേർഡ്സിന്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ബിസിനസ് ചെയ്യുന്ന ഓണർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതിൽ നിന്ന് അവര് മണി ഉണ്ടാക്കി എടുക്കുന്നു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റർ ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവര്, അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളുണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ തുടങ്ങിയ പല മേഖലകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാൻ ഇപ്പൊ നമ്മുടെ ഇതൊരു ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ആദ്യം എടുക്കുന്നു, ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു, ആ പ്രൊഡക്റ്റ് എടുക്കുന്നു, നമ്മൾ അത് ഉപയോഗിക്കുന്നു, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്? നമ്മളത് റെഫർ ചെയ്യുന്നു. ഇതാണ്. അപ്പം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ ടൈം ആണല്ലേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പണം
ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ എന്താണ് ഇവര് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ആ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അത് നോക്കുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാരനത് വളരെ പാടായിട്ടുള്ള ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും മാത്രമുള്ള അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധാരണക്കാരന് എന്തായാലും സാധിക്കില്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എന്താണ്, നാളുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം അവര് ആ പണം എന്താണ് പാസീവ് ഇൻകം ആയിട്ട് അവര് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് എംപ്ലോയിയും ബിസിനസ്മാന്മാരും സെൽഫ് എംപ്ലോയിയും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു റൂളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അതും എന്താ പറയാ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലോട്ട് നോക്കാം. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്താണ് നമ്മുടെ ഫിജി കാർഡ് എന്ന് പറയുന്നത്. ഫിജി കാർഡിലോട്ട് വന്നു കഴിയുമ്പോൾ ഹൗ ടു ഡു ഫിജി കാർഡ്, എങ്ങനെ ഫിജി കാർഡ് ചെയ്യാം അല്ലെ? എങ്ങനെയാണ് ഫിജി കാർഡ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഫിജി കാർഡ് ചെയ്തത്? നിങ്ങൾ ചെയ്ത സമയത്ത് എന്താണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫിജി കാർഡിൽ ID വെച്ചത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അപ്പം ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഫിജി കാർഡിൽ ID വെക്കുക, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് വരുമാനം വേണം. വരുമാനം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള റെഫറിങ്ങുകളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കണം അല്ലെ? അപ്പം ഇവിടെ നമ്മൾ ഫിജി കാർഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലീഡേഴ്സ്, നിങ്ങളെ കൊണ്ടുവന്ന ലീഡേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിരിക്കാം, ഒരുപാട് ലീഡേഴ്സുകളുണ്ട്. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് 1-2 വ്യക്തികളോ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് ലീഡേഴ്സിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റ് മേക്ക് ചെയ്യുക. കുറഞ്ഞത് 100 അല്ലെങ്കിൽ 200 ലിസ്റ്റ് മേക്ക് ചെയ്യുക. ഇതിന്റെ അകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരു മുൻധാരണ നമ്മൾ മുമ്പിലോട്ട് വെക്കരുത്. ഇപ്പം നമ്മൾ ഈ ലിസ്റ്റ് മേക്ക് ചെയ്യുന്നവരോടെല്ലാം പറയാൻ പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. ലിസ്റ്റ് മേക്ക് ചെയ്യാൻ നിങ്ങളോട് ഒരു ലീഡർ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് കുറെ പേരുടെ പേര് എഴുതുക. അവരുടെ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, അറിയാവുന്ന അടുത്തുള്ളവരായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അങ്ങനെ നമ്മളോട് ലിസ്റ്റ് ഇടാൻ പറയാം. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇവരെ എല്ലാവരും ലിസ്റ്റ് ഇട്ടിട്ട് ഞാനിപ്പോ എല്ലാവരോടും പോയി പറയുമോ ഇവര്? അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കുറച്ച് പേരെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ആരും തന്നെ എന്താണ് ഒരു സ്ക്രീനിൽ വരയ്ക്കല്ലേ, ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളോട് മേക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒരു മുൻധാരണയും കൂടാതെ, ഉദാഹരണം പറയാം, നമ്മളൊരു കല്യാണം വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് വിളിക്കുകയാണ്. നമ്മൾ അവര് വരുവോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അവരെ വിളിക്കുന്നേ. അവർക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ചിലപ്പോ വരാൻ പറ്റാതിരിക്കാം അല്ലേ? ചിലപ്പോ അവർക്ക് അന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അന്ന് അവർക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ അവര് വരാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ അവരെ എന്ത് ചെയ്യും, വിളിക്കാതിരിക്കില്ല. അപ്പൊ നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മൾ അവര് വരുവോ വരില്ലയോ അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ വിളിക്കുന്നേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു മുൻധാരണകളും കൂടാതെ ഇവരോടെല്ലാം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഇതിന്റെ അത് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു മുൻധാരണയും കൂടാതെ ഒരു 100-200 ലിസ്റ്റ്, നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ എത്ര നിങ്ങൾക്ക് വരുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. എല്ലാവരുടെയും പേര്, ഫോൺ നമ്പർ ഒന്ന് എഴുതി വെക്കുക, ഒരു പേപ്പറിലോട്ട് എഴുതി വെക്കുക. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്, ആ ലിസ്റ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ള ലീഡേഴ്സ്? അപ്പൊ 100 പേരുടെ പേര് നമുക്കുണ്ടെന്നറിയാം. 100 പേര് നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും, ഇതിന്റെ അകത്തുനിന്ന് ഇനി കുറെ 5-6 കൂട്ടം അല്ലെങ്കിൽ 7 കൂട്ടം ആൾക്കാരുണ്ട്, അവരെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ പ്ലാൻ പറയാവുള്ളൂ എന്ന് ലീഡേഴ്സ് പറഞ്ഞു തരും. അപ്പൊ എന്താ കാര്യമാണ്, ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ. 100 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 100 പേരിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേര്, അത് എഴുതാൻ പറയുന്നത് എന്നാന്നറിയാവോ ഈ ലിസ്റ്റ്? കാരണം നമ്മൾ ഓരോ സമയത്ത് ഓർത്തെടുത്ത് നമുക്ക് കിട്ടത്തില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ലീഡേഴ്സ് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 20 പേരെ കുറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഈ 100-ൽ നിന്ന് നിങ്ങൾക്ക് ഒരു 20-ഓ നിങ്ങൾ നോക്കുന്ന എത്ര ആൾക്കാരെ എന്താ ചെയ്യുക, സെലക്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് തിങ്കേഴ്സ് ഈ 100 പേരിൽ എത്ര പേരുണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയാം? അവിടെ ഒരു ഇതുണ്ട്. നമ്മൾ ഓർക്കും പോസിറ്റീവ്, എന്ത് പോസിറ്റീവ് അല്ലേ? അപ്പൊ നമ്മളൊക്കെ പല പോസിറ്റീവ് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് ക്ഷമയുണ്ട്. അവരെല്ലാം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇരുന്ന് കേട്ടോളും. നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്ന, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്ന വ്യക്തികളെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്.
ഓക്കെ. അത് മാത്രമല്ല നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ആൻസർ തരും. ഇപ്പൊ ഒരു പ്ലാൻ പറയാണ്, പ്ലാൻ പറയുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം, എന്തായാലും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ അവർ എസ് ഓർ നോ അവർ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. അപ്പം ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവരാണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് പറയുമെന്ന് നമ്മൾ ഡൗട്ട് അടിക്കണ്ട. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ പറയാൻ ക്ഷമ കാണിക്കുന്ന, നമ്മളെ കേൾക്കുന്ന ആൾക്കാരൊക്കെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. കേൾക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇന്ന് കേൾക്കും. കാരണം നിങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങളെ അതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാതെ പോകുന്നവരൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആട്ടോ. ഒരിക്കലും ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ആദ്യം പോയി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആദ്യം തന്നെ നെഗറ്റീവ് ആവും. അതുകൊണ്ട് അതിനാണ് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കുമ്പോൾ 2-3-4 പേരുണ്ട്, അവരെ ഒന്ന് എഴുതുക. വീണ്ടും ആ പേരുകളൊന്ന് എടുത്ത് അടുത്ത പേജിലോട്ട് എഴുതുക. പിന്നെ എന്താണ് അടുത്ത ആൾക്കാർ, എന്താണ് ബിഗ് ഡ്രീംസ്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരെ എന്താണ് നിങ്ങൾക്ക് അറിയാം. ഈ 100 പേര് നോക്കുക, ഇനി എത്ര പേർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ, നല്ലതായിട്ട് ജീവിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് അത് വായിക്കണം ഇത് വായിക്കണം എന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുക, അറിയാവുന്നവരുണ്ടാവുക, അവരൊന്ന് 2 പേരുണ്ടാവും. അവരുടെ പേര് നമ്മൾ എഴുതും. വീണ്ടും എന്താണ് ആ 100-ൽ നിന്ന് അതിനകത്തുള്ളവരിൽ നിന്ന് നോക്കിയിട്ട് കുറച്ച് പേരെ മാറ്റിയെടുക്കുന്നു. വീണ്ടും എന്താണ് ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവര്. അപ്പൊ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കുറച്ച് പേര് നിങ്ങളോട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഈ 100 പേര് നോക്കിയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുടെ പേര് എന്ത് ചെയ്യാ, വീണ്ടും താഴോട്ട് എഴുതുക, മാറ്റി എഴുതുക ഈ 100 പേര് നോക്കിയിട്ട്. പിന്നെ മണി മോട്ടിവേറ്റഡ് പീപ്പിൾ, മണി പൈസ 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 അല്ലേ, പൈസ നമ്മൾ പറയാം, അവർക്ക് ഒരു ചിന്തയേ ഉള്ളൂ, പൈസ പൈസ എന്നുള്ള വിചാരമേ ഉള്ളൂ എന്ന് പറയല്ലേ. അവരൊക്കെ പോസിറ്റീവാണ് ഈ പണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ എന്താണ് നമുക്ക് അങ്ങനെ അറിയാവുന്നവരെ വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. 2-3-4 പേര് കാണും ചിലപ്പോ, അവരെ വീണ്ടും. അപ്പൊ അത്ര ഒരു 10 പേർക്ക് മേളിലായല്ലേ ഇപ്പൊ നമ്മുടെ ലിസ്റ്റ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ വിത്ത് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യതകളുള്ളവര്, ബാധ്യതകളുണ്ട്, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഇതും കൊണ്ട് ചെല്ലുന്നത്. അപ്പോ ലയബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ബാധ്യതകളുള്ള ആൾക്കാരെ 100 പേരിൽ എത്ര പേരുണ്ടോ നോക്കുക, അവരുടെ പേരും നിങ്ങൾ താഴെ എൻ്റെ കൂടെ എഴുതി വെക്കുക. ആണ് അടുത്തതായിട്ട് പാർട്ട് ടൈം ഇൻകം സീക്കേഴ്സ്. ഒരു പാർട്ട് ടൈം ആയിട്ട് കുറച്ച് സമയം നമുക്കുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ്, ആരാണ് സ്ക്രീനിൽ ചെയ്ത് സ്ക്രീനിൽ അടുത്തതായിട്ട് എന്താണ് പാർട്ട് ടൈം ഇൻകം സീക്കേഴ്സ്, ഒരു എക്സ്ട്രാ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജോലിയൊക്കെ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു വരുമാനം കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അവരെയൊക്കെ നിങ്ങൾ എടുത്തെടുത്ത് എഴുതുക. ഇനി എന്താണ് ഹയർ ലൈഫ് സ്റ്റൈൽ പീപ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലക്ഷറി ആയിട്ട് ജീവിക്കണം, എനിക്ക് അങ്ങനെ ജീവിക്കണം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. അവരെ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. എന്തായാലും ഒരു കാര്യം പറയാ, നിങ്ങൾ BOP പോലെ ഇതിനെ കാണരുത്. ഏകദേശം 1 to 2 hours ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എന്താണ് നമ്മൾക്ക് എടുക്കണ്ടേ, നമ്മൾ അവർക്ക് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞവരോട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഉടനെ പോയി പ്ലാൻ പറയുകയാണോ വേണ്ടേ? ലീഡേഴ്സ് പറഞ്ഞ പോലെ ഞാൻ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിംഗ് ചെയ്തു, ഞാൻ ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്തു, ഇനി ഇവരോട് പോയി നേരെ പറഞ്ഞേക്കാം. അങ്ങനെയല്ല, അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ എടുക്കുക. അപ്പോയിന്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ എടുക്കുക എന്ന് പറയും. എന്താന്ന് വെച്ചാല് എനിക്ക് ഒരാളോട് പ്ലാൻ പറയണം, അത് സ്ക്രീനിൽ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് എല്ലാം ചെയ്തു, ഇനി ഇൻവിറ്റേഷൻ എടുക്കണം. പ്ലാൻ അല്ല ആദ്യം പറയണ്ടേ, ഇൻവിറ്റേഷൻ ആണ് എടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എടുക്കണ്ടേ. അതിനെന്താ ചെയ്യണ്ടേ, നമ്മൾ നേരിട്ടാണ് ഒരാളോട് പ്ലാൻ പറയാൻ നമുക്ക് ആഗ്രഹിക്കുന്നത് എങ്കിൽ ശൈല ജോലി. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് എന്താണ് പറയുന്നത്, നമുക്ക് ഒരാളോട് നമുക്ക് നേരിട്ട് പോയി കാണണം, നേരിട്ട് പോയി പ്ലാൻ പറയണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, അവരവിടെ ഉണ്ടോന്ന് ആദ്യം അറിയണം, വീട്ടിൽ അവരുണ്ടോന്ന് ആദ്യം അറിയാം, അവര് എന്താ സിറ്റുവേഷൻസ് ഒക്കെ എന്നൊക്കെ അറിയണം. അപ്പൊ നമ്മൾ അവരെ വിളിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുക. അപ്പൊ അവരിന്റെ ദിവസം നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ദിവസം അവിടെ ഉണ്ടോന്ന് അറിയുക. അപ്പൊ അവര് പറയും ഇല്ല ഞാനത് ചിലപ്പോ ഉണ്ടാവില്ല, ചിലർ പറയും ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവും. എന്താണ് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വേറൊരു കാര്യത്തിന് വേണ്ടി വരുന്നുണ്ട്, എനിക്കൊരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്, ഇന്ന ഭാഗത്ത് എവിടെയായിട്ടാന്നാ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ആ വരുന്ന സമയത്ത് എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് വന്ന് കാണാന്ന് പറയും, അല്ലെ, എനിക്ക് സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഇത് കാണാന്ന് വിചാരിക്കുന്നു എന്ന് പറയുക. എന്താ അവരെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അവരവിടെ ഉണ്ടോന്ന് നമുക്ക് അറിയണം, കാരണം നമുക്കിത് പോയി പറയണം, അല്ലെ, പ്ലാൻ പോയി പറയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ, നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും, വിളിച്ചിട്ട്
അവരെ അവിടെ ഉണ്ടെന്ന് അറിയുക. അവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറിനെയും കൂട്ടി അവിടെ പോവുക. അപ്പൊ പറഞ്ഞാൽ മതി ഇതുപോലൊരു വർക്കിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ അടുത്ത് എവിടെയോ പറഞ്ഞായിരുന്നു, അപ്പൊ അവിടെ വന്നപ്പം ഇങ്ങോട്ടൊന്ന് കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മൾ പ്ലാൻ നൈസായിട്ട് പറയണം. അതാണ് നമ്മളല്ലാതെ ഉടനെ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാരും കയറണേ വേണേ പൈസ വേണേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സെയിൽ നടക്കത്തില്ല, അവിടെ നെഗറ്റീവേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ഫിസിക്കൽ ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണേ. ഇനിയിപ്പോ ഒരു ഫിസിക്കൽ ഉണ്ട്, ഇനി നിങ്ങൾക്ക് വിളിച്ചു പറയണം, വിളിച്ചേ പറയാൻ പറ്റുള്ളൂ. കാരണം നേരിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോൺ എടുക്കുക, വിളിച്ചിട്ട് പറയാ എന്താ എടുക്കുക വർക്ക്, അവരെ പറ്റി കൂടുതൽ അന്വേഷിക്കണം കേട്ടോ നിങ്ങൾ. അല്ലെ നിങ്ങൾ അവിടെ ഉണ്ടോ, അങ്ങനെയല്ല, അവരെ പറ്റി കൂടുതൽ അവരുടെ സാഹചര്യങ്ങളൊക്കെ അറിയുക. എന്നിട്ട് അവരോട് പോയി പറയണം. അവരോട് എന്താ പറയേണ്ടത് വെച്ചാൽ, ആണോ ഇങ്ങനെ നീ ഫ്രീ ആണോന്ന് ചോദിക്കുക. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റും. ഇനി അഥവാ അവർ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഫ്രീ ആന്ന് അറിയുക. പറയാം ഞാൻ ഇന്ന സമയത്തൊക്കെ ഫ്രീ ആവും, എന്താ അതൊന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ സംസാരിക്കാൻ ഒത്തിരി നാളായില്ലേ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് അവർ ഫ്രീ ആവുന്ന സമയത്ത് വിളിച്ച് ഇവരോട് ഈ ഒരു കാര്യം പറയുക. അല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന സമയത്ത് സൂം ആപ്ലിക്കേഷൻ വഴി ആയിക്കോട്ടെ, നമുക്ക് സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ, നിങ്ങൾ അവരോട് പ്ലാൻ പറയാ. അത് എന്താണ്, ആദ്യം ഇൻവിറ്റേഷൻ ആണ് എടുക്കേണ്ടത് കേട്ടോ. പ്ലാൻ പറയല്ല, ആദ്യം ഈ ഒരു ഇൻവിറ്റേഷൻ എടുക്കുക. അവർ ഫ്രീ ആണോ എന്ന് നിങ്ങൾ അറിയിക്കുക. അവർ നിങ്ങൾ അറിയണം. എന്നിട്ട് ലീഡേഴ്സിനെ കൊണ്ടോ ലീഡേഴ്സിനെ